അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ നമുക്ക് നൗഷാദ് ബാക്കവിയുടെ വയലിൽ തന്നെ തുടങ്ങിയാലോ. ഇൻഷാ അല്ലാഹ് വീഡിയോ തുടരെയായി കാണുക. ഈ ഒരു ക്ലിപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മുടെ സംസാരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു പ്രസംഗം നൗഷാദ് ബാക്കവിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു പ്രസംഗം കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗമാണ്. അതായത് വേടനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കേട്ടു നോക്കാം. അതുതന്നെ നമുക്ക് ആദ്യം തുടക്കം കുറിക്കാം. ലഹരിക്കെതിരെ വലിയ വേട്ട ലോകത്ത് നടക്കാണ്. എന്ത് വേട്ടയാണ് നടക്കുന്നത്? സിനിമ മേഖല, കലാകായിക താരങ്ങള്, ലഹരി മാഫിയകൾ അങ്ങനെ രാക്ഷസഭാവത്തിൽ ആടിത്തിമിർക്കുമ്പോ 1/2 ഗ്രാം, 1 ഗ്രാം ആണില്ലേ, 2 ഗ്രാം ഒക്കെയാണ് പിടിക്കുക. മാഫിയകൾ ആടിത്തിമിർക്കുന്ന നമ്മുടെ നാട്ടില് 2 ഗ്രാം, 3 ഗ്രാം ഒക്കെയാണ് പിടിക്കുക. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കുക, വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതി അടിച്ചമർത്തപ്പെട്ട, ചതച്ചരക്കപ്പെട്ട, വലിച്ചിഴക്കപ്പെട്ട, ഞെരിച്ചമർത്തപ്പെട്ട, ഞെക്കിപ്പിഴിഞ്ഞ് മനുഷ്യന്റെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി രാക്ഷസ സ്വഭാവത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ട ഒരു സംഘത്തിനെ ഉറക്കെ പറയാൻ തന്റെ കലയിലൂടെ രംഗത്ത് വന്ന ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അയാൾ പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ചു നിന്നിരുന്നു, മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം, നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം, നിങ്ങൾക്ക് അവരേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ ആള് ലഹരി ഉപയോഗിച്ചെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷെ ഒരു സമാധാനം ഉണ്ടായത്, ലോകത്തൊരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ പറഞ്ഞു. ലോകത്ത് കഞ്ചാവ് ഉപയോഗിച്ചവരും MDMA ഉപയോഗിച്ചവരും കള്ളുകുടിച്ചവരും ലഹരി പ്രാന്തന്മാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക്. അത് കണ്ടിട്ട് എത്ര സന്തോഷം ഉണ്ടായിന്നറിയോ എനിക്ക്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അനുജന്മാരോട്, എന്റെ അനുജത്തിമാരോട് പറയാണ്, ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം. എന്തൊരു വാക്കാണത്, എന്തൊരു വാക്കാണത്! ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം, ചേട്ടൻ ഇനി നന്നാവാൻ ശ്രമിക്കും. ചേട്ടന് സംഭവിച്ചു പോയി. ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ, ഇന്നു വരെ ഏതെങ്കിലും ഒരു സിനിമാ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? അയാൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് 100% അയാൾ ഓക്കെ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ. അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ചില വരികളിൽ ഫലസ്തീനിൽ ചതച്ചരക്കപ്പെട്ട പാവങ്ങൾ പോലും ഉണ്ട് എന്നറിയുമ്പോ അത്ഭുതം തോന്നിപ്പോയി. എങ്ങനെയാണ് പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് വരാതിരിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ വിട്ടത് ഞാൻ പറയുന്നു, ഇപ്പൊ വിട്ടത് കാര്യമാക്കണ്ട, അയാളെ ഉടനെ പിടിക്കപ്പെടും. എന്തെങ്കിലും ഒരു കുരുക്ക് ആ പാവപ്പെട്ടവന്റെ കഴുത്തിലേക്ക് എറിയാൻ രാക്ഷസന്മാര് കാത്തിരിക്കുന്നുണ്ട്. ആ ചൂണ്ടയിൽ ചെന്ന് വീഴാതിരിക്കാൻ അയാൾ ശ്രമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേട്ടല്ലോ, ഇത് പറയുന്നത് വേടനെ കുറിച്ചിട്ടാണ്. ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കത്തി നിന്ന ഒരു സംഭവമാണ് വേടനെ കുറിച്ചിട്ട്. അറസ്റ്റിലായ സമയത്ത് ഇന്നുവരെ ഒരു കഞ്ചാവ് വലിച്ച ആളോ അല്ലെങ്കിൽ ഒരു കള്ള് കുടിച്ച ആളോ പറയാത്ത ഒരു ഒറ്റ വാക്ക് കൊണ്ട് കേരളീയ ജനം ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു സിംഗറായി മാറിയിരിക്കുകയാണ് വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. നോക്കൂ നിങ്ങൾ, അത് കഴിഞ്ഞ് ഇവർ ജയിലിലേക്ക് പോയി അതിൻ്റെ ഇടയിലൂടെ ഒരു മീഡിയ അല്ലെങ്കിൽ മീഡിയക്കാരോട് പറഞ്ഞ ഒരു വാക്ക് മുഖേന ഈ ഒരു ലെവലിലേക്ക് വേടൻ ചെന്നെത്തി. ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി കഞ്ചാവ് ഉപയോഗിച്ചത് ശരിയാണെന്നോ അല്ലെങ്കിൽ കള്ളു കുടിച്ചത് ശരിയാണെന്നോ ന്യായീകരിക്കാനല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ചെയ്ത തെറ്റിനെ അത് എടുത്ത് പറയാനും അല്ലെങ്കിൽ അതിൽ ഒരു പിന്മാറാനും ഒരു മനസ്സ് വേണം എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ വേടൻ എന്ന് പറയുന്ന ഈ വ്യക്തി അത് കഴിഞ്ഞ് ജയിലൊക്കെ മോചിതനായിട്ട് ഒരു ഫംഗ്ഷനിലേക്ക് പോയപ്പോൾ അവിടെ ജനസാഗരമായിരുന്നു ഒരുമിച്ച് കൂടിയത്. മാത്രമല്ല അവരോട് മുമ്പിൽ അവിടെയും ഒരു വാക്ക് റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട്. എന്തായിരുന്നു ആ വാക്കെന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, എന്നിട്ട് ഒന്നും കൂടി ഞാൻ പറയാം. ആ ഒരു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു സമയത്ത് പറഞ്ഞ ആ ഒരു വാചകം തന്നെയായിരുന്നു ഇവിടെയും പറഞ്ഞത്. എന്നെ കണ്ടിട്ട് ആരും ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല. ഞാൻ ചിലപ്പോൾ കള്ളു കുടിക്കുന്നവനാവാം അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്നവനാവാം, പക്ഷെ അതിനാരും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ലൈഫിൽ.
നിങ്ങളുടെ ഉപ്പയും ഉമ്മയും പൊന്നുപോലെ നോക്കണം, ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ്, എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ തുടങ്ങിയ വാചകമാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെ പറയാത്ത ഒരു കള്ള് കുടിച്ചവനോ അല്ലെങ്കിൽ ഒരു കഞ്ചാവ് വലിച്ചവനോ പറയാത്ത വാക്കുകളായിരുന്നു ആ വേടൻ്റെ വായിൽ നിന്ന് വന്നത്. ഞാനിവിടെ വേടനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ വേടന് നല്ലൊരാളാണ്, പുണ്യം ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു വരുന്നതല്ല. ആ പറയാനുള്ളൊരു മനസ്സ് വേണം. ആ രീതിയിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എടുത്ത് 24 ന്യൂസിൽ ആ ഒരു ഫംഗ്ഷനെ കുറിച്ചിട്ട് ഒരു ക്ലിപ്പ് വന്നപ്പോൾ അതിനെ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് നിങ്ങൾ കേട്ട് നോക്കിയേ. നിങ്ങളെന്നെ കാണുന്നതും നിങ്ങളെന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കളെ? നിങ്ങൾ ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാര്, എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദൂശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. വേടൻ എന്നൊരു വ്യക്തി പൊതുസ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോടെ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി. ഈ വാക്കാണ് വല്ലാതെ അങ്ങ് കത്തിച്ചാമ്പലായത്. ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ശരിക്കും ആ ഒരു പാട്ട് പാടുന്ന വിഷയമോ അല്ലെങ്കിൽ ദീനപരമായിട്ട് അങ്ങനെയാണ് ആ ഒരു വിഷയം ഒന്നും ഞാനിവിടെ പറഞ്ഞതല്ല. ന്യായീകരിച്ചത് വെറും ഈ ഒരു കുറ്റസമ്മതം, എന്നെ കണ്ട് നിങ്ങളാരും പഠിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു മനസ്സ്, അതാണ് നമ്മളിൽ പല ആൾക്കാർക്കും ഇല്ലാതെ പോകുന്നത്. ഇനിയും രാഷ്ട്രീയ ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിനെ വലയിൽ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ വലയിൽ ചെന്ന് പെട്ടാതിരിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വേടനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്നാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.